ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇനി നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ ഈശോ പറഞ്ഞല്ലേ. എങ്ങനെയാണ് നമ്മൾ നിലനിൽക്കുന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവരുടെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. പക്ഷേ അവിടെ പ്രശ്നം വെച്ചാൽ എങ്ങനെയാണ് കൽപ്പനകൾ പാലിക്കണത്? കൽപ്പനകളല്ല പ്രശ്നം ഇവിടെ. നിങ്ങൾ സാങ്കേതികമായിട്ട് കുറേ കൽപ്പന പാലിച്ചാൽ പറ്റത്തില്ല. എങ്ങനെയാണ്? ഈശോ പറഞ്ഞത് എന്താണ്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ. അപ്പോൾ കൽപ്പനകൾക്കല്ല പ്രാധാന്യം അവിടെ. പിന്നെയും മാറുകയാണ് കാര്യം. ടെസ്റ്റ് ചെയ്യണം. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 14:23 യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്തു വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. വിഷയം ഇപ്പൊ ക്ലിയർ ആയില്ലേ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അപ്പം എന്തിനാ ഉടമ്പടി എടുക്കണേ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. 14:23. അപ്പം എന്തിനാ ഉടമ്പടി എടുക്കണേ? സ്വരതി പറ. ദൈവത്തെ കൽപ്പന പാലിക്കാനല്ലല്ലോ. അതാ വിഷയം. കൽപ്പന പാലിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയ രീതി ജീവിക്കുകയാണ് നമ്മൾ ചെയ്യണത്. പക്ഷേ അതിൻ്റെ ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? ദൈവത്തെ സ്നേഹിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കണത് വസ്തുസ്നേഹമാണോ വിഷയസ്നേഹമാണോ എന്നറിയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പലപ്പോഴും കാണിച്ചു കൂട്ടിയിരിക്കണത് എന്താ പറയുക? പശ്ചാത്താപം എവിടുന്നാണ് വേണ്ടതെന്നറിയാമോ? പശ്ചാത്താപം വേണ്ട സ്ഥലങ്ങൾ പറയുകയാണെന്ന്. പശ്ചാത്തപിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എവിടെ നിന്നാണ് വീണ് പോയതെന്ന് ശ്രദ്ധിക്കാൻ പറയും. വചനം അവസാനിക്കുമ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയാവോ? നിങ്ങൾ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. നിങ്ങൾ എവിടെ നിന്നാണ് വീണ് പോയതെന്ന് കേൾക്കുവിൻ, നോക്കുവിൻ. വെളിപാട് 2:5. വെളിപാട് 2:5. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ദീപപീഠം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസമാണ്. ദീപവും ദീപനാളവും എല്ലാം ബൈബിളിൽ എന്തിൻ്റെ പ്രതീകമാണ്? വിശ്വാസത്തിന്. നീ ഇവിടെ എന്താ പറയണത്? വെളിപാട് 2:5 ഒന്നൊരു വായിച്ചേ. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. അപ്പൊ വിശ്വാസം എടുത്ത് കളയുമെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? പശ്ചാത്തപിച്ചില്ലെങ്കിൽ
പശ്ചാത്തപിക്കാത്ത ജീവിതം തുടർന്നാൽ സംഭവിക്കാൻ പോകുന്ന പരിണത ഫലം എന്താണ്? വിശ്വാസം എടുത്തു കളയും. പിന്നെന്ത് ചെയ്യും? അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? പ്രാർത്ഥനാ ജീവിതം പോവും. പല ആൾക്കാരുടെയും പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞതിൻ്റെ കാരണം എന്താ? വിശ്വാസം പോയിട്ടാണ്. വിശ്വാസം പോകാൻ കാരണം എന്താണ്? പശ്ചാത്തപിക്കാത്തത് കൊണ്ടാണ്. പശ്ചാത്തപിക്കുന്നത് എന്താണ്? പശ്ചാത്തപിക്കേണ്ടത് നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് നോക്കണമെന്ന് പറയും. എന്താ പ്രശ്നം? ഏത് അവസ്ഥ? അത് നമ്മൾ കണ്ടുപിടിക്കണം ആദ്യം. എവിടെ നിന്നാണ് ഈ തകർച്ച തുടങ്ങിയത്? തകർച്ച തുടങ്ങിയത് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കണമെന്ന് പറയും. ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ തകർച്ച തുടങ്ങും ചിലർക്ക്. എന്താ കാര്യം? ആ മിസ്പ്ലഗിങ് കൊണ്ടുകൊണ്ടാണ്. നിങ്ങളവിടെ വിളിച്ച് ചോദിക്കണേ എന്തിനാണ് ഉടമ്പടി എടുത്തത്? അതെ, അവനിപ്പോൾ കുറച്ച് ചുറ്റിക്കളി കൂടുതലാണ്, അതുകൊണ്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണെന്ന്. തീർന്നില്ല പരിപാടി. തകർച്ച തുടങ്ങി. നീ ഏത് അവസ്ഥയിൽ നിന്ന് അതപ്പച്ചോന്ന് അറിയണമെന്ന്. ഇത്രയും കഷ്ടപ്പെട്ട് വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ വീട്ടുകാർ നാട്ടുകാർ ചോദിക്കുക എന്തിനാ ഉടമ്പടി എടുക്കാൻ കൃപാസനത്തിൽ പോയത്? അതെ, ആ വസ്തു വിൽക്കാൻ. വസ്തുവിന് വഴിയൊന്നുമില്ല. വഴിയില്ലാത്ത വസ്തു കണ്ടവൻ്റെ പെട്ടെന്ന് കെട്ടിവെക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പാർട്ടി. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വഴിയില്ലാത്ത വസ്തുവിന് കർത്താവ് വഴി ഉണ്ടാക്കി തരും. അത് മറ്റുള്ള അറിയിക്കാതെ അവൻ്റെ പെടയ്ക്ക് വേണ്ടി കെട്ടിവെക്കേണ്ട കാര്യമില്ല. അപ്പം നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് നീ ചിന്തിക്കണം. നിന്നോട് ചോദിക്കണം എന്തിനാണ് ഉടമ്പടി എടുത്തത്? ജോലിക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. ഞാൻ 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് 3 തോറ്റ്. പോയിട്ട് എഴുതി ഞാൻ മടുത്ത്. ഇനിയിപ്പോൾ ഞാനങ്ങോട്ട് MOH എഴുതാവാൻ നോക്കുകയാണ്. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവിടെ MOH ആണ് OET ആണ് എന്ന് ഞാൻ എഴുതില്ല. ഞാൻ വിദേശത്ത് ജോലിയൊന്നും എഴുതിയിട്ടുള്ളത്. അപ്പോൾ ദൈവമാണ് തീരുമാനിക്കേണ്ടത്. ദൈവമാണ് തീരുമാനിക്കേണ്ടത്. OET ആണ് MOH ആണെന്ന് ദൈവം തീരുമാനിക്കണം. അപ്പോൾ നീ എന്തിനാണ് ഉടമ്പടി എടുത്തത്? ഞാൻ OET 3 പ്രാവശ്യം എഴുതി. ഇനി MOH എഴുതണം, IELTS എഴുതണമെന്ന് അറിയാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഇതൊന്നും അല്ല ഉടമ്പടിയുടെ ഇഷ്ടം. എന്തിനാണ് ഉടമ്പടി എടുത്തിരിക്കേണ്ടത്? കർത്താവിനെ സ്നേഹിക്കാൻ. അതാണ് ഉത്തരം. ബാക്കിയുള്ളത് നമ്മുടെ വിഷയമല്ല. എന്തിനാണ് ഉടമ്പടി എടുത്തത്? കർത്താവിനെ സ്നേഹിക്കാൻ. രണ്ടാമത്തെ ഉത്തരം എന്താണ്? അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ. എത്ര ദിവസത്തേക്ക്? 90 ദിവസത്തേക്ക്. അപ്പം അതാ. പക്ഷേ അങ്ങനെ ഒരാളിന് 90 ദിവസത്തേക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. 90 ദിവസത്തേക്ക് ഒരാളിന് നിലനിൽക്കാൻ പറ്റത്തില്ല. വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഉടമ്പടി എടുക്കുന്നവരാണ് 90 ദിവസം കഴിയുമ്പോൾ ഉഴപ്പണത്. വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉടമ്പടി ജീവിക്കേണ്ടത്. ആരാണ്? കർത്താവിനെയാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആ ഒരു ബോധം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കത്തും. അല്ലെങ്കിൽ കത്തത്തില്ല, നനഞ്ഞിരിക്കും. ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില ആൾക്കാർക്കൊരു കുഴപ്പമുണ്ട്. അതായത് നമ്മൾ ഒത്തിരി കുടിക്കും എന്നതായിട്ട് സ്വപ്നം കാണും. വരണ്ട തൊണ്ടയുമായിട്ട് എഴുന്നേറ്റ് വരും. അങ്ങനെ ഒരു അവസ്ഥ ആൾക്കാർക്കുണ്ട്. ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 29:8. യെശയ്യാ 29:8. സിയോൻ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രു സമൂഹം ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശക്കുന്നവനെ പോലെയും കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് വരണ്ട തൊണ്ടയുമായി ഉണരുന്നവനെ പോലെയും ആകും. ബൈബിൾ എന്ത് രസമാണെന്നറിയാമോ? ഓരോ മനുഷ്യൻ്റെ എല്ലാ വിധത്തിലും ഉഡായിപ്പുകൾ ഇങ്ങനെ വെളിവാക്കും. നിങ്ങളെ ഉടമ്പടി എടുത്തതായിട്ട് ഇങ്ങനെ സ്വപ്നം കാണും. 90 ദിവസം കഴിയുമ്പോൾ ഉടമ്പടി എടുക്കാത്ത വരണ്ട തൊണ്ടയായിട്ട് എഴുന്നേറ്റ് തന്നെ കാണാം. ഉടമ്പടി എടുത്തായിട്ട് സ്വപ്നം കാണുകയാണ്. ഞാൻ ഉടമ്പടിയിലാണ് ജീവിച്ചതാണെന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നത് മാത്രമാണ്. Hi, my name is Aroke Das. I don't speak Malayalam, but I'm going to share this testimony in English. My wife is Catherine Preeta. My daughter is Ashley. She is doing 6th grade, and my son is Daniel Das. He's doing KG1. We are basically from Muscat, Sultanate of Oman. Our entire family is living there.
We are from Coimbatore, but right now we are actually living in Muscat, Oman. So the reason why I'm actually standing here in front of you is to share the testimony of the marvelous deeds that Mother Mary and God, the Lord Jesus Christ, has done for us in our family. So around 3 years before, my daughter and then my wife came here, and they met Father V.P. Joseph. And one question Father V.P. Joseph asked, "Where is your father?" And she said, like, she said, like, he is in Muscat and then he is doing the job. Father V.P. Joseph said, "Pray for your father and for your father's job." That's the only word that Father has said, and then, he just left. And from that day onwards, when they came back to Muscat, they have been telling us that, "Papa, you need to pray for your job, and because your job security is not so great, you'll have to actually pray for it." So while I was facing a lot of challenges, pressure too much in my current organization, I was looking for an alternative. And I was searching for it, but my wife pushed me a lot. And she said, like, "You need to get into Covenant so that you can get a better opportunity." And I was reluctant, and willingly I traveled in the year 2025, February. And then I came here, and then I took the Covenant, which was completely unwilling, because I was not willing to take into the Covenant because of the force that my wife and my family gave. I came here, and then I was trying to get into the Covenant, and I was just rigorously following those, the protocols and the principle that Covenant was saying. But I was literally feeling like uncomfortable. The main reason was, I'm basically from Tamil Nadu. For me, it is more of Velangani, church. When I feel like, I want to meet Mother Mary, I go to Velangani and then I get the blessings. If that is the case, what is this Kribasanam? What is this Mother Mary? Something new. Why do I need to believe? So I was having a question of, if Father V.P. Joseph had a vision of Mother Mary, why do I need to promote Father V.P. Joseph? So that's started having a question in my mind. And I was also reluctant in making a prayer at 5:30 in the early morning apparition prayer. Later I started realizing that it is not that I am actually promoting Father V.P. Joseph. It is I am promoting for the Mother Mary. So that is the kind of a mindset it started coming into my life. Then I started basically getting into the actual the religious life. So I felt like, I should basically, come back here and then renew my covenant. That's where I came here on 8th July 2025 from Muscat, and then I took the covenant here. From that day onwards, I've been rigorously following the covenant prayer for my job and my family, for the peace of, a family and all. On 87th day in the covenant, I got the job opportunity from Dubai. So it was exactly on October 25th, if I'm not wrong, that is the mega rally that was happening here. So I booked a flight ticket for my whole family, and they are supposed to come here for the mega rally. And during that time, my visa also in the current company was expiring. So I was in a dilemma whether to actually travel for the mega rally or to stay back. Somehow I couldn't make it because of the visa, delay in, processing the visa. I sent only my wife and then, my daughter, and then I had to stay. But I got the opportunity from, Dubai. I was so happy that, Mother Mary has given a great, marvelous deeds here. So I'm going to get a job in Dubai. I'm going to shift my family from Muscat to Dubai. All the kind of, happiness was there in me. And in fact, after a couple of weeks, when I got the offer letter from the company, I also filed the resignation in my current company, which means that, I wanted to leave, which the current company has only 1 month notice period. So it was the 3rd week of that particular, period where I got a call from Dubai company whom they have offered
they said like, they are going to change the entire benefit that they have offered in my, a salary package, where I will not be able to get visa for my family, I will not be able to get insurance for my family, also I will not be able to get the flight ticket for my family. The complete salary packages, everything got, changed. It was a kind of a disaster, where I was in a situation, the current company, I already filed a resignation, and the new company where I want to join also, they have actually, changed the complete, benefits. This is where I was completely a kind of a shocked, and I was not having a, kind of a peace of mind. This is the exact moment after a week time, I got a counter offer from my, current company itself, that they have realized my, value, and they have given me the same offer which the company which was actually willing to give it, from Dubai. The same designation and the same, the salary package, everything, where I was actually working as a head of technology. Now I've been promoted to Deputy Chief Technology Officer, which we call it as Deputy CTO. And my entire family, no need to travel from, shift from Muscat to, Dubai. In fact, I started calling the package movers where we need to, pack the household items and then shift to the other country. I talked to the schools for getting the transfer letters. I did all the work where I can shift my, place from Muscat to Dubai. All got shaked, and then, suddenly this happened, where whatever the wish I had, everything got fulfilled with the same company and with the same, package. And I would like to, thank Mother Mary first and foremost, and our Lord Jesus Christ for doing this marvelous deeds. And I would like to, publicly apologize for thinking that initially I was having a mindset, why should I promote, Father VP Joseph when he had a vision with Mother Mary? Is it because I want to actually promote him? No, it is because we wanted to promote, Mother Mary in front of the public world. That's the way I started thinking. I would like to apologize also. That's my testimony. And I would like to mention one more also for my wife. She is a staff nurse, and she is right now homemaker. And we were trying to get a driving license for my wife. And it was very, very difficult. It is not like India where we can apply for a driving license and then we should be able to get in a month of time. Here, we had to go through a rigorous, processing, and it was multiple, attempts of test. She has been using the blessed articles, and then she was able to get that, license within a span of time. It was really a, marvelous deeds that Mother Mary has done for us. And when it comes into the missionary's life, we are Catholic. We ensure that we go to church every day, 6 o'clock in the morning. We get up at 5 o'clock, 5:30, we ensure that we recite the apparition prayer in English, and then we get into 6 o'clock morning prayer. And the time when we drive our car, we never play the cinema songs. Always the morning prayer. The morning prayer is like, our daily bread, prayer we actually, pray. And when it comes into the evening time, when I drive back from the office to the house, we always pray the retreat that eventually get telecasted on Tuesday afternoon time. So we ensure that there is no cinematic programs, no cinematic songs or music is played in our house, also in our car. We are always wanted to ensure that we are very close to God. That's a kind of a missionary life we are living. When it comes into charity, I had a very clear prayer saying that if I get this opportunity, the high salary, whatever salary I get it, the first month, I'm going to donate it. So this was the first month salary where I got it last week. I have actually, ensured that it reaches multiple institutions and then multiple, charity, organization, including Kribasanam Trust. I have transferred that money. I'm very glad that, I have done this. And I've also doing that, 10 to 15% of my, monthly salary is going to such, institutions and then the organization. When it comes into my wife's side of it, she's also was going through a lot of, a struggle when it come. She was going through a stomach pain,
around 6 to 8 months back, we had multiple tests. We had colonoscopy, we have endoscopy, we have multiple tests. Almost 1 month medication was happening and nothing worked out. She was very kind of an upset, and then she was telling that, Eta, I will go to Kripasanam, just book a flight ticket. That's the one day, I was wondering, how come she can travel in a single day and then come back. Somehow she was able to make it by her own. She came here and then, got the blessings from, Father Joseph. And then after 3 days, she started feeling like, the pain is completely gone. That's the another, miraculous deeds that Mother Mary has done. In fact, there are multiple, deeds, multiple, ways Mother Mary is actually blessing us on our day-to-day life. I would like to testimony this particular one, because this is the first time in my life I am getting into a stage like this and then I am speaking. And I would like to be a kind of a complete follower of, Kripasanam Mother Mary, and we wish that, we also, spread the similar kind of, faith and religious and, the joy to all over the world. And thank you once again for Mother Mary and our Lord Jesus Christ. First of all, I would like to thank Our Lady of Kripasanam and our Lord Jesus Christ for giving me my life back. We always distribute the newsletters. We take 6 to 8 packets of it, and then we distribute it in our church, Holy Spirit Catholic Church, Gala, Muscat. We distributed not only our newsletters, but there will be a few of people who leave it in the chapel or the church premises. We take those newsletters and give it to other people, ensuring that there's no newsletter left behind to throw. Secondly, I apologize to Mother Mary for making her sad by disobeying her and hurting her badly. I apologize, and I promise that I'll be a better child. And for my apology, I learned the Our Father and the Hail Mary in the language which Jesus spoke, Aramaic. And I would like to tell that we always fast 5 days before we give the newsletters to our church members, so that God can tell us who to give and who not to give. We also fast for Father VP Joseph, so that on every Saturday, so that in order to pray for him, we fast every Saturday without fail for Father to get well. Thank you. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദിയും സ്തുതിയും കരേറ്റുന്നു. ഈ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ എനിക്ക് വന്ന് സാക്ഷ്യം പറയുവാൻ കൃപാസനം മാതാവ് എനിക്ക് ഒരുക്കി തന്ന ആ വലിയ കൃപയോർത്ത് അളവറ്റ നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയം കരേറ്റുകയാണ്. എൻ്റെ പേര് രാജീവ് വർഗീസ്. ഞാൻ വരുന്നത് കൊടിനാട്ടുകുന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഇടവാംഗമാണ്. ഞങ്ങൾ സെറ്റിലായിരിക്കുന്നത് കാനഡയിലാണ്. ഞാൻ ഈ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ സിസ്റ്റർ ഇൻ ലോ വഴിയും എൻ്റെ ഫ്രണ്ട്സ് വഴിയും പിന്നെ യൂട്യൂബ് വഴിയുമാണ് ഞാൻ അറിയുന്നത്. അന്ന് എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് വളരെ കാലത്തിന് ശേഷമാണ് എനിക്ക് ഉടമ്പടി എടുക്കുവാൻ സാധിച്ചത്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 മെയ് മാസം 31-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് രജിസ്റ്റേർഡ് നേഴ്സിന് ഉള്ള ഒരു എക്സാം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഉടമ്പടിക്ക് മുമ്പായിട്ട് ഞാൻ ആ പരീക്ഷ എഴുതി. പക്ഷേ എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റ് കിട്ടിയില്ല. അപ്പം പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ പോസ്റ്റിലുള്ള പരീക്ഷ ഞാൻ എഴുതുന്നത്. അതിന് പറയുന്ന പേര് NCLEX RN എന്നാണ് ആ എക്സാമിൻ്റെ പേര്. അത് നല്ല ടഫുള്ള എക്സാമാണ്. ഞാൻ ഈ എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് നല്ല പനിയായിരുന്നു. ആ പനിയും അതുപോലെ തന്നെ എനിക്ക് ശരിക്കും പഠിക്കാനും പറ്റിയില്ല. പക്ഷേ ഞാൻ പരീക്ഷാ സമയത്ത് പോയപ്പോൾ എൻ്റെ പോക്കറ്റിൽ ഞാൻ മാതാവിൻ്റെ വെഞ്ചരിച്ച കാശ് രൂപം കൊണ്ടാണ് ഞാൻ പോയത്. ആ കാശ് രൂപം വെച്ച് ഞാൻ പോയി പരീക്ഷ എഴുതി. എനിക്ക് ജയിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ പരീക്ഷ എഴുതി അത്രയും പോലും നല്ലതായിട്ട് ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ ചെയ്തിട്ടില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സാകുകയാണ് ഉണ്ടായത്. അതിന് മാതാവിന് കോടാനുകോടി നന്ദി സ്തുതിയും കരയറ്റുന്നു. പിന്നെ എനിക്ക് ലൈസൻസ് കിട്ടിയതിന് ശേഷം
ഞാൻ ആ സമയത്ത് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആ സമയം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. എല്ലാവരും പാസ്സായി എല്ലാ സ്ഥലങ്ങളിലും ജോലിക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു റെസ്യൂമുകളൊക്കെയും ഞാൻ ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് ആരും ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അവസാനം ഞാൻ വിചാരിച്ചു നേരിട്ട് മാതാവിൻ്റെ കാശ്രൂപവും പിടിച്ചുകൊണ്ട് ഞാൻ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാമെന്ന് ചിന്തിച്ചു. അങ്ങനെ ഞാൻ അവിടെ ദൂരെയുള്ള ഒരു സ്ഥലത്ത് ഞാനൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ മാനേജർ അരികെ ഞാൻ റെസ്യൂമി കൊടുക്കുന്നതിന് മുമ്പായിട്ട് മാതാവിൻ്റെ ഇവിടുന്ന് പ്രാർത്ഥിച്ച ഉടമ്പടി തൈലം ഞാൻ ആ റെസ്യൂമിയിൽ ഞാൻ കുരിശു വരച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ആ മാനേജറെ കൊടുത്തത്. അവർക്ക് എന്നോട് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് തോന്നിയത്. എനിക്ക് തന്നെ അതിശയം തോന്നി. ഞാൻ അതിന് സെക്കൻഡ് ഡേയിൽ അവർ ഇൻ്റർവ്യൂവിന് സെറ്റപ്പ് ആക്കുകയും എന്നെ പെട്ടെന്ന് അവർ അവിടെ വിളിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ അവിടുത്തെ അക്യൂട്ട് കെയർ എന്ന് പറയുന്ന സെക്ഷനിൽ ഞാൻ അവിടെ 6 മാസം വർക്ക് ചെയ്തു. പിന്നെ അതിനുശേഷം ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ചൊരു നിയോഗമാണ്, എനിക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലം ആയി കിട്ടണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കാരണം കോവർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുവാൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ വർക്ക് ചെയ്ത അതിനുശേഷം ഞാൻ വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് എൻ്റെ കോവർക്കേഴ്സിന് കിട്ടുന്നത്. അവരെന്നെ എൻ്റെ ടെമ്പററി പൊസിഷനിലാണ് ഞാൻ കയറിയെങ്കിലും അവരെന്നെ അവിടുന്ന് വിടത്തേയില്ലായിരുന്നു. അവരെന്നെ മാക്സിമം അവിടെ ജോലി ചെയ്യാനായിട്ട് നിർബന്ധിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് അവിടുന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് എനിക്ക് പൊസിഷൻ കിട്ടി. ഇപ്പോൾ ഞാൻ പെർമനൻറ്റ് പൊസിഷനിൽ നല്ലൊരു സ്ഥലത്ത്, മുമ്പത്തേനേക്കാട്ടിലും നല്ല സ്ഥലത്ത് തന്നെ എനിക്ക് നല്ല കോവർക്കേഴ്സ് ഉള്ള സ്ഥലത്ത് എനിക്ക് വർക്ക് ചെയ്യുവാൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ വേറൊരു നിയോഗം ഞാൻ അതിൻ്റെ അകത്ത് വെച്ചിരുന്നത്, എനിക്ക് അവിടെ കാനഡയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഹൈവേയിൽ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ മാതാവിൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചത് അത് അക്ഷരം പ്രതി എനിക്ക് മാതാവ് ബ്ലെസ്സിങ് ചെയ്ത് തരികയാണ് ഉണ്ടായത്. കാരണം ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ജോലി ചെയ്യുന്ന സ്ഥലമെന്ന് പറയുന്നത് 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഹൈവേയിൽ കൂടെ തന്നെ ഡ്രൈവ് പോകുന്ന സ്ഥലമാണ്. അപ്പം ഡ്രൈവ് ചെയ്ത് മാതാവ് എന്നെ വളരെ നല്ല രീതിയിൽ ഹൈവേയിൽ ഡ്രൈവ് ചെയ്യുവാൻ മാതാവ് എനിക്കൊരു അനുഗ്രഹം തന്നിരിക്കുകയാണ്. പിന്നെ എനിക്കുണ്ടായ വേറൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാനത് ഉടമ്പടിയിൽ വെക്കാത്ത ഒരു അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയത്. കാരണം എൻ്റെ ഇടത് കാലിൽ ഒരു നാരങ്ങ വലിപ്പത്തിൽ എപ്പോഴും ചൊറിഞ്ഞു പൊട്ടി ഒരു എല്ലാ വർഷവും ഒരേ സീസണൽ ആയിട്ടുള്ള ഒരു ഡിസീസ് പോലെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പണ്ടുള്ള ചെരുപ്പിട്ട് അലർജി ആയിട്ടാണ് എനിക്കിത് വന്നിരുന്നത്. ഏകദേശം 10-12 വർഷത്തോളമായിട്ട് എനിക്കത് വരുന്നുണ്ടായിരുന്നു. പക്ഷേ അത് വരും, പിന്നെ എന്തെങ്കിലും ഡോക്ടറെ കാണും, സ്റ്റീറോയിഡിൻ്റെ ആപ്ലിക്കേഷൻ ഒരു ക്രീം തേച്ച് കഴിയുമ്പോൾ ഇതങ്ങ് പോകും. വീണ്ടും ഇത് പിന്നെയും അപ്പിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ എല്ലാ വർഷവും ഇതിങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ചെരുപ്പിൻ്റെ പ്രശ്നങ്ങളായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ചെരുപ്പ് മാറ്റുന്നു, സോക്സ് മാറ്റുന്നു. എന്നിട്ടും ഇത് കുറച്ച് നാളത്തേക്ക് വരും, പിന്നെയും ഇത് പോകും, പിന്നെയും വരും. ഇതെനിക്കൊരു ഭയങ്കര ഒരു ഇറിറ്റേഷനായിട്ട് തുടങ്ങി. ഞാൻ വെഞ്ചരിച്ച ഉടമ്പടി തൈലം ഞാൻ ആ മുറിവേൽ പുരട്ടിയതിന് ശേഷം പിന്നെ ഞാൻ അതിൻ്റെ കാര്യമേ വിട്ടുപോയി. ഇങ്ങനെ ഒരു ചൊറിച്ചിലുള്ളതായിട്ട് പോലും എനിക്ക് പിന്നെ ഫീൽ ചെയ്തില്ല. പിന്നെ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ തിരിച്ചറിയുന്നത് മാതാവ് എന്നെ സൗഖ്യമാക്കിയ വിവരം. ഇത് ഞാൻ ഉടമ്പടി വെക്കാത്ത ഒരു സൗഖ്യമാണ് മാതാവ് എനിക്ക് തന്നത്. പിന്നെ എനിക്ക് ലഭിച്ച വേറൊരു സൗഖ്യമെന്ന് പറയുന്നത് ഇതും ഉടമ്പടിയിൽ വെക്കാത്തതാണ്. എൻ്റെ ചെവിയുടെ സൈഡിലായിട്ട് ഒരു മറുകുണ്ടായിരുന്നു. ഈ മറുക് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ചൊറിയും, അതിൻ്റെ സ്കാബ് മുകളിലത്തെ തൊലി ഇങ്ങനെ അടന്നു വരും. പിന്നെയും അത് വലുതൊന്നുമല്ല, ചെറുതാണ്. പക്ഷേ അത് എപ്പോഴും ഇങ്ങനെ വരുന്നത് കൊണ്ട് എനിക്ക് എപ്പോഴും എൻ്റെ കൈ അങ്ങോട്ട് പോകും, ചൊറിയും. ഇതായിരുന്നു പരിപാടി. അത് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും എനിക്ക് ചൊറിച്ചിൽ അനുഭവപ്പെട്ടില്ല. പക്ഷേ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ ചൊറിച്ചിൽ തുടങ്ങിയത്. അപ്പോൾ എനിക്കൊരു പേടിയും തോന്നി, എന്താണ് ഈ മറുക് ഇങ്ങനെ വരുന്നത്, അങ്ങനെ ഡോക്ടറെ കാണിക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഉടമ്പടി തൈലം ഞാൻ ഈ മറുകയിൽ അപ്ലൈ ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ ഇതിൻ്റെ കാര്യമേ ഞാനും മറന്നുപോയി. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ തപ്പി നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ദൈവമേ ഇങ്ങനെ ഒരു മറുക് എനിക്കിവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന്. അതിൻ്റെ പാട് പോലും ഇല്ലാതെ ആ മറുക് അവിടെ നിന്ന് മാറുകയാണ് ഉണ്ടായത്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫുഡ് ഡൊണേഷന് ഞാൻ കാനഡയിൽ വലിയ വലിയ ഷോപ്പിംഗ് മാളുകളിൽ ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്ന സ്റ്റോറുകളിൽ, ഗ്രോസറി മേടിക്കുന്ന സ്റ്റോറുകളിൽ ഫുഡ് ഡൊണേഷൻ എന്ന് പറയുന്ന ഒരു പാക്കറ്റുകൾ അവിടെ വെച്ചേക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കണ്ടെയ്നർ വെച്ചേക്കും. ഞാൻ അതിൻ്റെ അകത്ത് ഞങ്ങൾ ഫുഡ് മേടിക്കുമ്പോൾ ഒരു അംശം അതിൻ്റെ അകത്ത് കൊണ്ട് ഞങ്ങൾ ഫുഡ് മേടിക്കുന്ന സമയത്തെല്ലാം നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. പിന്നെ പാവങ്ങളായിട്ട് തോന്നുന്നവർക്ക് ഞങ്ങൾ പൈസ കൊടുത്ത് സഹായിക്കുമായിരുന്നു. ഇത് രണ്ടുമാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. ആത്മീയ കാര്യത്തിൽ എനിക്ക് വളർച്ച ലഭിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഞാൻ ഒരു കൊന്ത ചെല്ലും. തിരിച്ചു വരുമ്പോൾ ഞാൻ 2 കൊന്ത ചെല്ലിയാണ് ഞാൻ തിരിച്ചു വരുന്നത്. കാരണം അതിനുള്ള സമയം എനിക്കുണ്ട്. 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് ഞാൻ ഡ്യൂട്ടി സ്ഥലത്ത് പോകുന്നത്. അപ്പോൾ വീട്ടിൽ വന്ന് ഒരു കൊന്ത ചെല്ലും. അങ്ങനെ 4 കൊന്ത ഒരു ദിവസം ചെല്ലുവാൻ മാതാവ് എനിക്ക് അനുഗ്രഹം തന്നു. കാരണം കൊന്ത ചെല്ലാനുള്ള മടുപ്പ് മാറ്റിക്കിട്ടി. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനകൾ ഒരു ദിവസം പോലും മുടക്കാതെ എനിക്ക് കൂട്ടമായിട്ടിരുന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനുമുള്ള കൃപ ലഭിച്ചു. ഇതൊക്കെയാണ് മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹങ്ങൾ തന്ന മാതാവിന്, കൃപാസന മാതാവിനെ ഞാൻ എൻ്റെയും കുടുംബത്തിൻ്റെയും പേരിൽ കോടാനുകോടി നന്ദിയും സ്തുതിയും കരയറ്റുന്നു.